ഹായ് ഫ്രണ്ട്സ്, ഓഫറുകളുടെ ടൈം വീണ്ടും വന്നിരിക്കുകയാണ്. ആമസോണിൽ റിപ്പബ്ലിക് ഡേ സെയിൽ എന്നാണ് പേര്. അതേപോലെ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ മോണമെന്റ് സെയിൽ അങ്ങനെ ഒരു പേരിലാണ്. എന്തായാലും രണ്ടിടത്തും കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് 13-ാം തീയതിയാണെന്ന് തോന്നുന്നു തുടങ്ങിയ ഓഫറുകൾ 2-3 ദിവസം കൂടി കാണും. ഞാൻ തുടക്കത്തിൽ വലിയ ഓഫറൊന്നും കാര്യമായിട്ട് കാണില്ല എന്ന് കരുതി വീഡിയോ ചെയ്യാതെ വിട്ടതാണ്. പക്ഷേ കുറച്ച് നല്ല നല്ല ഡീലുകൾ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ ശരി, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എടുക്കാൻ ഫോണോ എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ബെസ്റ്റായിട്ടുള്ള ഓഫറുകൾ ഏതൊക്കെ ഫോണിന്മേലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു 5-8-10 ഫോണുകളുണ്ട് നല്ല ഓഫറിൽ കിട്ടുന്നത്. ഏതൊക്കെയാണെന്ന് പറയാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും വ്യക്തമായിട്ട് കണ്ടിട്ട് പടച്ചോളൂ, ഓഫർ മിസ്സാക്കണ്ട. സോ അപ്പോൾ ആദ്യം തന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി S23 അൾട്ര എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോണാണ്. 24 അൾട്ര വന്നിട്ട് എനിക്ക് അത്ര വലിയ താല്പര്യമായ ഒരു ഡിസൈൻ അല്ല അതിൻ്റേത്. 23 അൾട്ര അടിപൊളി ഡിസൈൻ ആയിരുന്നു. 25 അൾട്ര ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. 23 അൾട്ര ഇപ്പോൾ വന്നിട്ട് നല്ല ഓഫറിലാണ്. അതായത് 71,999 ഇതിൻ്റെ പ്രൈസ് കാണുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസറാണ്. പഴയ പ്രോസറാണ്, പഴയ ഫോണുമാണ്. പക്ഷേ ആ പ്രോസർ നോർമലി അത്യാവശ്യം നല്ല കേപ്പബിളായ പ്രോസറാണ്. നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഫോണൊന്നും അല്ല നിങ്ങളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ ഈ ഫോൺ ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ ആയിരിക്കും. ഒപ്പം തന്നെ ഇതിൽ 200 മെഗാപിക്സൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 5000 mAh ബാറ്ററി ഉണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ 1 UI ആണ്. സ്വന്തം നോക്കാനല്ല എല്ലാതരം ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. സാംസങ് വാലറ്റ് അടക്കം സകലതും ഉണ്ടായിരിക്കും. സോ S23 അൾട്ര 71,990 കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മിസ്സാക്കാതെ ചെക്ക് ചെയ്തോളൂ, അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ കുറിച്ചാണ്. എന്നാൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകളിൽ മേലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓഫർ ഞാൻ കണ്ടത്. ഒന്ന് ഏറ്റവും പുതിയ OnePlus 13R അടിപൊളി ഫോണാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ഫോണാണ്. ആ ഫോൺ ഇപ്പോൾ 39,990 കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 1.5K Pro XDR ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. 6000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ സെറ്റ് ഫോണാണ്. ക്യാമറയും അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയാണ്. അതിൻ്റെ വീഡിയോ റീൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ട് കമൻറ്റുകൾ അങ്ങനെ കണ്ടില്ല. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു OnePlus ഫോണാണ് 13R. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ എടുത്തോളൂ. 39,990 അതിൻ്റെ ഓഫർ പ്രൈസ് കാണുന്നത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ OnePlus 13R പോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഇതേ 8 Gen 3 പ്രോസറുള്ള ഫോണാണ് iQവിൻ്റെ iQ12. ഇത് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ഫോണാണ്, Android 14 ആണ്. പക്ഷേ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഈ പറഞ്ഞ രീതിയിലുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസർ ഇരിക്കുന്നുണ്ട്. 120 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 144 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. മൊത്തത്തിൽ iQ12 വന്നിട്ട് അടിപൊളി ഫോണാണ്. 41,990 കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ബെറ്റർ പ്രൈസ് OnePlus 13R ആണ്. അത് ഇതേ സെറ്റപ്പ് ഒക്കെ തന്നെയാണ്, ഏറെക്കുറെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച ക്യാമറയും ഗെയിമിംഗ് ഒക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ iQ ആണ് ആ കാര്യത്തിൽ ഒരു ഇത്തിരി കൂടി സ്പെഷ്യലൈസ്ഡ് ആയ ടീം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഉദ്ദേശം ഗെയിമിംഗ് ആണെങ്കിൽ 12 ഇപ്പോൾ എടുക്കാൻ പറ്റിയ അവസരമാണ്, തീർച്ചയായിട്ടും പരിഗണിക്കുക. എന്നാൽ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് 40 രൂപ റേഞ്ചിൽ ഇല്ല. നിങ്ങൾക്ക് ഒരു നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 30 രൂപ ബഡ്ജറ്റിലും വരുന്നുണ്ട് നമുക്ക് നമ്മുടെ iQൻ്റെ ഗെയിമിംഗ് ഫോൺ iQ Neo 9 Pro. ഇത് 35-38 റേഞ്ചിലൊക്കെ നിന്നിരുന്ന ഫോണാണ്. ഇപ്പോൾ വന്നിട്ട് ഓഫറിൽ 30 രൂപ താഴെയാണ്. അതായത് 29,990 30 രൂപ ആ റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസറാണ്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയുണ്ട്. 120 വാട്ടിൻ്റെ ചാർജിംഗ് ഉണ്ട്. 5160 mAh ബാറ്ററി ഉണ്ട്. മൊത്തത്തിൽ iQ Neo 9 Pro വന്നിട്ട് ആ വിലയ്ക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. ഇപ്പോൾ ഓഫറിലായതുകൊണ്ട് തന്നെ ഈ 30 രൂപ എന്ന് പറയുന്നത് ഡീസൻ്റ് വാല്യൂ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെക്ക് ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ഇനി മറ്റൊരു നല്ല ഓഫറുള്ള ഫോണാണ് Realme GT6. ഇത് വന്നിട്ട് 34,990 കിട്ടും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 5500 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വിത്ത് 6000 നിറ്റ്സ് ബ്രൈറ്റ്നസ്. നല്ല സെറ്റ് ആ ഒരു റിയൽമി ഫോണാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. 34 രൂപയ്ക്ക് കിട്ടും. സോ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോണും ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകളുമാണ്. ഇനി ഇതൊന്നും അല്ലാതെ ബഡ്ജറ്റ് റേഞ്ചിലാണ് ഒരു 20, 25 അല്ലെങ്കിൽ 19, 15 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ അവിടെയും നല്ല നല്ല ഫോണുകളിൽ മേലെ നല്ല നല്ല ഓഫറുകളുണ്ട്. ഒന്ന് iQ C9s. ഇത് വന്നിട്ട് ഡീസൻ്റായ ക്യാമറയുള്ള നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയാവുന്ന, നല്ല പെർഫോമൻസോട് കൂടിയ ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയാവുന്ന ഒരു ഫോണാണ്. Dimensity 7300 ആണ് ഇതിൻ്റെ പ്രോസസർ. ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും നല്ല പ്രോസറാണ്. പ്രൈസ് എന്ന് പറയുന്നത് 17,990 ആണ്. ഓഫർ പ്രൈസ് ആണ് കേട്ടോ. 19 രൂപ മറ്റൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ്. സോ 17,990 ഈ ഒരു പ്രോസർ എന്ന് പറയുമ്പോൾ ഡീസൻറ്റ് പ്രോസറാണ്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ക്യാമറ, ബാക്കി എല്ലാ ഘടകങ്ങളും നന്നായിട്ടുണ്ടായില്ലേ. അതായത് 120 ഹെർട്സിൻ്റെ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഓൾറൗണ്ടർ ആകാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. സോ iQ C9s Pro അല്ല, iQ C9s എന്ന ഫോണാണ് നോക്കേണ്ടത്. എന്നാൽ ഈ റേഞ്ചിൽ നിങ്ങൾക്ക് iQ വേണ്ട, OnePlusൻ്റെ ഓക്സിജൻ നോയ്സ് ഫാനാണ്, നിങ്ങൾ ഓക്സിജൻ നോയ്സ് ഉള്ള OnePlusൻ്റെ ഫോണാണ് നോക്കുന്നതെങ്കിൽ OnePlusൻ്റെ Nord C4 വന്നിട്ട് 20 രൂപയ്ക്ക് ഓഫറിൽ കിട്ടുന്നുണ്ട്, പരിഗണിക്കാവുന്നതാണ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസർ ഉണ്ട്. 5500 mAh ബാറ്ററി ഉണ്ട്. 80 വാട്ടിൻ്റെ ചാർജിംഗ് ഉണ്ട്. നല്ലൊരു 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ടോട്ടലി ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ് OnePlus Nord C4.
ഇനി അടുത്തൊരു വൺ പ്ലസിൻ്റെ ഫോണാണ് വൺ പ്ലസ് നോഡ് 4. അതും പരിഗണിക്കാവുന്ന നല്ലൊരു ഡീസൻറ്റ് ഫോണാണ്. തീർച്ചയായിട്ടും വൺ പ്ലസ് താല്പര്യമുണ്ടെങ്കിൽ ഇത് പരിഗണിച്ചോളൂ. ഇത് 24,990 കിട്ടുന്നുണ്ട്. 7+ Gen 3 പ്രോസറും കാര്യങ്ങളുണ്ട്. 100 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, അത്യാവശ്യം ഡീസൻ്റായ ക്യാമറയാണ്. ഞാൻ ഈ ഫോണിനെ നമ്മുടെ റെഡ്മി നോട്ട് 14 Pro പ്ലസുമായിട്ട് കമ്പയർ ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, കണ്ടു നോക്കുക. അതിനകത്ത് രണ്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് വൺ പ്ലസിൻ്റെ ക്യാമറയാണ്, റെഡ്മി അല്ല. സോ വൺ പ്ലസിൽ നോഡ് 4ൽ ആ റേഞ്ചിൽ നിങ്ങൾ എടുക്കാൻ പോകുന്നെങ്കിൽ നല്ല ക്യാമറ ഉള്ളത് നോഡ് 4ലാണ്, പരിഗണിച്ചോളൂ. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നത്തിങ് ഫോണൊക്കെ ഇഷ്ടമാണെങ്കിൽ നത്തിങ് ഫോൺ 2A 22-23 റേഞ്ചിലേക്കുള്ള ഫോണാണ്. 18,990 കിട്ടുന്നുണ്ട്. നല്ല ഡീലാണ്. ഡയമൻസിറ്റി 7200 Pro പ്രോസറാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത ക്യാമറയുണ്ട്. 5000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. അപ്പോൾ നത്തിങ് വേണമെങ്കിൽ അത് എടുക്കാം. അതല്ലെങ്കിൽ അടുത്തതുണ്ട് മോട്ടോ Edge 50 ഫ്യൂഷൻ. അത്യാവശ്യം നല്ല ഫോണാണ്, നമുക്കറിയാം. 25 രൂപ റേഞ്ചിലൊക്കെ വിലയുള്ള ഫോണാണ്. പക്ഷേ ഇപ്പോൾ 19,990 കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 പ്രോസർ, അതേപോലെ തന്നെ 5000 mAh ബാറ്ററി, 62 വാട്ട് ചാർജിങ്, നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ, അതേപോലെ ഒരു നല്ല ഡിസ്പ്ലേ, POLED ഡിസ്പ്ലേ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതിനകത്ത്. ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. കുറേ കാലമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണ്. താല്പര്യം പരിഗണിക്കാം. 19,990 കിട്ടും. ഇതേ സമയം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും പുതിയ Edge 50 Neo എടുക്കാം കേട്ടോ. അതും ഇതേ റേഞ്ചാണ്, 19,990. അത് 23-24 റേഞ്ചുള്ള ഫോണാണ്. അത് ഇപ്പോൾ 19,990 കിട്ടുന്നുണ്ട്. അതിൽ ഡയമൻസിറ്റി 7300 പ്രോസസ്സർ ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ ബാറ്ററി വന്നിട്ട് 4310 mAh, 4310 mAh ഉള്ള, ഏരും പോലും ഇല്ല. പക്ഷേ 62 വാട്ട് ചാർജിങ് ഒക്കെ ഉണ്ട്. സ്ലിമായ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. ആ ബാറ്ററി വളരെ കുറവാണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അത്യാവശ്യം നല്ല ക്യാമറയും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ നമ്മുടെ ചാനലിലും ഉണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഓഫറുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഓഫറുകൾ. പിന്നെ നമ്മൾ സ്ഥിരം പറയാറുള്ള റിയൽമി P1 ഉണ്ടല്ലോ, അതിനും നല്ല ഓഫറുണ്ട്. ഈ എല്ലാ ഫോണുകളിലും ചെറിയ ചെറിയ ഓഫർ കാണുന്നുണ്ടല്ലോ. ഈ P1നും ഓഫറുണ്ട്. P1 ഒക്കെ വന്നിട്ട് നല്ല ഓഫറല്ല. അതായത് 12,990 ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഡയമൻസിറ്റി 7050 പ്രോസർ ഉണ്ട്. അത്യാവശ്യം നല്ല AMOLED ഡിസ്പ്ലേ ഉണ്ട്. നല്ല ബാറ്ററി, 5000 mAh ബാറ്ററി ഉണ്ട്. 45 വാട്ട് ചാർജിങ് ഉണ്ട്. എല്ലാം ഒരു ഡീസൻ്റായ ലെവലിലുണ്ട്. ക്യാമറ ഒരു മീഡിയം ലെവലാണ്. അതിൻ്റെ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചൂസ് ചെയ്യുക. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് റിയൽമി P1 പരിഗണിക്കാം. സോ അതും 12,990 കിട്ടുക. സോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ പ്രധാനമായിട്ടും കണ്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഓഫറുകൾ. ഇത് കൂടാതെയും ഓഫറുകൾ ഉണ്ടാവാം. അവരുടെ വെബ്സൈറ്റുകളിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും രണ്ടിലും ക്ലിക്ക് ചെയ്ത് നോക്കുക. പലതിലും ഈ പറഞ്ഞ ഓഫറുകൾ 2 പ്ലാറ്റ്ഫോമിലത്തെയും കൂടിയിട്ടാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലെ മാത്രമല്ല, ആമസോണിലെ മാത്രമായിട്ടല്ല, എല്ലാം കൂടി ചേർത്തിട്ട് അതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഓഫറുകൾ മാത്രമാണ് പറഞ്ഞത്. സോ അപ്പോൾ ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഒക്കെ ഒരു ഓഫർ വരുമ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഓഫറുകൾ അവരുടെ സൈറ്റിലേക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കയറി പരിശോധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.